ബംഗളൂരു റൂറൽ, ചിക്കബല്ലാപൂർ, കോലാർ ജില്ലകളിലെ വനമേഖലകളിലാണ് സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ബംഗളൂരു റൂറൽ ജില്ലയിലെ മാർബന്നഹള്ളി ജില്ലയിലെ വനമേഖലയിൽ വൻതോതിലുള്ള ലിഥിയം നിക്ഷേപമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളൊന്നാണിത്. ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ സലാർ ഹൈമാനിയാണ് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. 2023 ഫെബ്രുവരിയിലായിരുന്നു ഇത്. 59 ലക്ഷം ടൺ ലിഥിയം നിക്ഷേപമാണ് ഇവിടെ കണ്ടെത്തിയത്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപവുമായിരുന്നു. കർണാടകയിൽ നേരത്തെയും ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അത് ചെറിയ അളവിലുള്ളതായിരുന്നു. കേവലം 1600 ടൺ മാത്രമായിരുന്നു അന്ന് മാണ്ഡ്യയിൽ കണ്ടെത്തിയത്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർബന്നഹള്ളി ജില്ലയിലെ വനമേഖലയിൽ വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. ഇവ ഖനനം ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ കർണാടക സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഖനനം നടത്തുക എന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. കാരണം ഇതിനായി നിരവധി നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. പ്രധാനമായും വനപ്രദേശങ്ങളിൽ ഖനനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർണാടക സർക്കാർ.